അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തം റെസിപ്പീസും വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും, റെസിപ്പീസ് എല്ലാം മെനു വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് വലിയ ബോധമില്ലാത്തതുകൊണ്ട് തോന്നിയ പരിചയമുള്ള വാക്കുകളുള്ള ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വെൽക്കം ലെറ്ററും പിന്നെ കുറച്ച് ഇതുപോലെ ചോക്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇടുപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വിചാരിച്ചു പുളി ഉരുട്ടി വെച്ചേക്കുന്നതെന്ന്. അല്ല, ചോക്ലേറ്റ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച ആഘാതത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് കമം കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താപ്പോട്ട് വന്നു കേട്ടോ. അപ്പോഴും നമ്മൾ ഒരു 2-3 മണിക്കൂറാന്ന് തോന്നുന്നു. എന്തായാലും 2 മണിക്കൂർ നമ്മൾ ഇവിടെ നിന്ന് കത്തിയടിയായിരുന്നു. അപ്പം നമ്മുടെ PK കപ്പിൾസിലെ നിതിനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ചമ്പ്രം പൂട്ടി അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ റൂമിലോട്ട് ചെന്നു. നെറിനാണെങ്കിൽ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. കാരണം അവൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. ആ ഒരു സമയം കൊണ്ട് ഞാനും രവിയുടെയും കൂടെ ലോകത്തില്ലാത്ത പല കാര്യങ്ങളും അവിടെ ഇരുന്ന് സംസാരിച്ചു കേട്ടോ. അല്ലെങ്കിലും 2 പെണ്ണുങ്ങൾ ചേർന്നാൽ പിന്നെ സൊണ പറയുമല്ലോ. അങ്ങനെ ഞങ്ങൾ സൊണയൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളമാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത്. അതിനുശേഷം മേലൊക്കെ കഴുകി നെറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലെ ഡോർ അങ്ങ് ഷട്ടർ ഇട്ട് കേട്ടോ. ശേഷം ഞങ്ങൾ 2 പേരും കൂടെ പിന്നെയും കാര്യം പറഞ്ഞ് ഉറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എവിടുത്തത് ഇല്ലാത്ത കൂട്ട് ചുരിദാർ കുറച്ച് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ചുരിദാർ വിട്ട് റെഡിയായി. താഴെ ചെന്ന് രാവിലത്തെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ യൂട്യൂബിന്റെ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം വേറെ ടേബിളിലാണ്. അപ്പോൾ ആരി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നല്ലോ, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും 7 ടേബിൾ നമ്പർ 7 ആയിരുന്നു കിട്ടിയത്. ബാക്കിയുള്ളവർക്കെല്ലാം വേറെ ടേബിളിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെർഫ്യൂമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് അവരിങ്ങനെ പേര് ഇതാക്കി തരുമായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ ഞാൻ തൊട്ടടുത്തിരിക്കുന്ന ആളെ കത്തി വെച്ച് കൊന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നെറിനാട്ടോ നമ്മളെല്ലാവരെയും ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അനന്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ചേച്ചിക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ കയറാൻ അറിയത്തില്ലല്ലോ. അവൻ വന്നിട്ട് പാവം കിടന്നുറങ്ങും കേട്ടോ. ട്രെയിൻ ലേറ്റ് ആയിരുന്നു, 3:30 ആയി കേട്ടോ ട്രെയിൻ വന്നിട്ട്. ഞാൻ ഒരു 2-2.5 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു. അവസാനം ട്രെയിനിൽ കയറ്റി എന്നെ ബർത്തിൽ കയറ്റി കിടത്തിയിട്ടാണ് അവൻ പോയത്. തിരിച്ച് ഒരുപാട് ലഗേജ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ചുമക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടിക്കകത്ത് കയറ്റി കൊടുത്തു വിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.